മാധവിക്കുട്ടിയുടെ സെമിത്തേരിയിലെ ബോഗൻവില്ല. അച്ഛന് നേപ്പാളിൽ നിന്ന് വന്ന ഒരാൾ ഒരു സാളഗ്രാമം സമ്മാനിച്ചിരുന്നു. അതിൽ രാധാകൃഷ്ണമൂർത്തിയായിരുന്നു വസിച്ചിരുന്നത്. അത് അച്ഛൻ നാലപ്പാട്ട് കൊണ്ടുവന്ന് അതിനായി തെക്കിനിയിൽ മരം കൊണ്ട് ഒരമ്പലമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ചു. അമ്പലത്തിൻ്റെ വാതിൽപ്പടിമേൽ വെള്ളി കൊണ്ട് ഓം എന്ന അക്ഷരവും പതിച്ചു. എല്ലാ ദിവസവും രാവിലെ കൃത്യം 7 മണിക്ക് അമ്മമ്മ കുളിച്ച് ഈറനും ചുറ്റിക്കൊണ്ട് ആ അമ്പലത്തിൽ പ്രവേശിക്കും. പിന്നെ പൂജയ്ക്കും നാമത്തിനു ശേഷം അമ്മാമൻ്റെ പൂജയ്ക്കായി തീർത്ഥവും കർപ്പൂരവും സാമ്പ്രാണിയും മറ്റും ഒരുക്കി വെക്കും. അമ്മാമൻ്റെ കുളി, അമ്മായിയുടെ സഹായത്തോടെ നടത്തുന്ന കുളി കൃത്യം 8:30 കഴിയും. മെതിയടി കാലിലിട്ടുകൊണ്ട് 5-ാം പുരയിൽ കൂടി അമ്പലത്തിലേക്ക് നടക്കുന്നതിനിടയിൽ പൊടിയരിക്കഞ്ഞി കുടിക്കാനിരിക്കുന്ന ഞങ്ങൾ കുട്ടികളെ നോക്കി അമ്മാവൻ ചിരിക്കും. സ്വന്തം മരുമക്കളോടുള്ള വാത്സല്യം ഒരു ജീവിത പദ്ധതിയാക്കി കഴിഞ്ഞിരുന്ന അമ്മാവനെ അന്യ വീട്ടിലെ കുട്ടികളെ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ചിലപ്പോഴെങ്ങാനും പടികടന്ന് വല്ല ദരിദ്ര ബാലനും ഞങ്ങളുടെ ഉമ്മറമുറ്റത്തേക്ക് പ്രവേശിച്ചാൽ ഉടനെ വായിക്കുന്ന പുസ്തകത്തിൽ നിന്നും തലയുയർത്തി അമ്മാവൻ ഗർജിക്കും. പോ പോ കടന്നു പോ. അമ്മാമൻ്റെ അമ്മ മാധവിയമ്മ എന്ന വലിയമ്മ നാലപ്പാട്ടെ മറ്റു മുത്തശ്ശികളിൽ നിന്ന് വളരെ വ്യത്യസ്തയായിരുന്നു. അവർക്ക് മറ്റുള്ളവരുടെ നിറമുണ്ടായിരുന്നില്ല. പക്ഷേ കരുത്തുള്ള ശരീരവും നിബിഡമായ തലമുടിയും അവർക്കുണ്ടായിരുന്നു. അവരുടെ തലമുടി ഒരു പാമ്പിൻ പത്തി പോലെ തലയുടെ ഇടതുഭാഗത്തേക്ക് ചരിച്ച് കെട്ടിവച്ചിരുന്നു. അവരുടെ കഴുത്തിൽ സ്വർണം കെട്ടിവച്ച തുളസിമാലയുണ്ടായിരുന്നു. വലിയമ്മ ചിരിച്ചു കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. അവർ തൻ്റെ മകനുമായിട്ട് സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടില്ല. അതിൽ വലിയ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം അക്കാലത്ത് പുരുഷന്മാരുടെ ലോകം ഉമ്മറവും കിഴക്കേ മുറ്റവും മാത്രമായിരുന്നു. സ്ത്രീകളുടെ വിശാലമായ ലോകത്തിൽ 2 കോലായകളും കിണറ്റിൻകരയും നെല്ലുകുത്തുപുരയും നടുമുറ്റവും എല്ലാം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ മാത്രമേ അമ്മാമൻ തെക്കിനിയിലേക്ക് പ്രവേശിച്ചിരുന്നുള്ളൂ. കൃത്യം 12 മണിക്ക് അമ്മാവൻ്റെ ഭക്ഷണം തെക്കിനിത്തടിയിൽ നിരത്തപ്പെടും. വെണ്ണ, തൈര്, 2 കൂട്ടാൻ, ഒരു മെഴുക്ക് പുരട്ടി, പപ്പടം, ഉപ്പിലിട്ടത്. അമ്മാവൻ ഇന്നും നാക്കിലാണ് ഊണ് കഴിച്ചിരുന്നത്. മിക്ക ദിവസങ്ങളിലും അമ്മാവന് കൂട്ടിന് വല്ല അതിഥികളും ഉണ്ടായിരിക്കും. അന്ന് നാലപ്പാട്ട് വളരെ സ്വാഗതാർഹനായ ഒരു അതിഥി പ്രസിദ്ധ വൈയാകരണനായ കുട്ടിക്കൃഷ്ണ മാരാരായിരുന്നു. അദ്ദേഹവും അമ്മാവനും സാഹിത്യകാരന്മാരെ പറ്റിയും സാഹിത്യകൃതികളെപ്പറ്റിയും സംസാരിക്കുമ്പോൾ ഞാനും ജ്യേഷ്ഠനും തെക്കേക്കോലായിൽ ഇരുന്ന് അവരുടെ സംസാരം ശ്രദ്ധിച്ചു കേട്ടു. ഞാൻ മലയാളത്തിൻ്റെ ABCD പഠിച്ചതും മലയാള ശൈലി എന്ന പുസ്തകം വായിച്ചതിന് ശേഷമാണ്. അന്നൊക്കെ ഞങ്ങൾക്ക് 2 ആരാധനാമൂർത്തികളുണ്ടായിരുന്നു. രമണനിൽ കൂടി പ്രേമത്തെപ്പറ്റി പറഞ്ഞു തേങ്ങിയ ചങ്ങമ്പുഴയും നാടൻ പ്രേമം എഴുതിയ പൊറ്റക്കാടും. പൊറ്റക്കാട്ടിൻ്റെ സ്ത്രീയുടെ ആദ്യ ഭാഗം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നപ്പോൾ നാലപ്പാട്ട് സ്ത്രീകൾക്കിടയിൽ അതൊരു കോളിളക്കമുണ്ടാക്കി. ഭാർഗവിയുടെ അന്ത്യം അവരെ വളരെ വിസ്മയിപ്പിച്ചു. ഞങ്ങൾക്ക് പണ്ടെന്നോ ബന്ധുത്വമുണ്ടായിരുന്ന ഒരു കോവിലകം നാലപ്പാട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ കോവിലകത്തേക്ക് അമ്മമ്മ എന്നെ ഇടയ്ക്കിടെ കൊണ്ടുപോവാറുണ്ടായിരുന്നു. പടിവാതിൽക്കൽ ചുമരിൽ മഞ്ഞച്ചായം ചേർത്ത് വരച്ച ദ്വാരപാലകന്മാരും നാടകശാലയിൽ സ്ഥിതിചെയ്യുന്ന വേട്ടക്കാരൻ്റെ ക്ഷേത്രവും ആകർഷിച്ചു. അവിടെയുള്ള സ്ത്രീകൾ ഞങ്ങളെ തൊടുമായിരുന്നില്ല. ഞങ്ങളെ തൊട്ടാൽ രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് അയിത്തം ബാധിക്കുമെന്ന് അമ്മമ്മ സാവധാനത്തിൽ എന്നെ പറഞ്ഞു മനസ്സിലാക്കി. ശ്രീകൃഷ്ണൻ എന്നെ തൊടുമോ? ഞാൻ അമ്മമ്മയോട് ചോദിച്ചു. ശ്രീകൃഷ്ണൻ മധുരയിലെ രാജാവല്ലേ? ആ ശ്രീകൃഷ്ണൻ എന്നെ തൊടുമോ? അതൊന്നും എനിക്കറിയില്ല, അമ്മമ്മ പറഞ്ഞു. ഗ്രഹണി പിടിച്ച് ശോഷിച്ചു കഴിഞ്ഞിരുന്ന എൻ്റെ ശരീരത്തിൽ അമ്മമ്മ ആഴ്ചയിലൊരിക്കൽ കാച്ചിയ തൈലം തേച്ച് തിരുമ്മി. സുഖക്കേടിന് മുമ്പ് എനിക്കുണ്ടായിരുന്ന പവന്മാറ്റ ശരീരകാന്തിയെപ്പറ്റി അപ്പോഴൊക്കെ അമ്മമ്മ എന്നോട് വിസ്തരിച്ച് പറയാറുണ്ടായിരുന്നു. എൻ്റെ ചുരുണ്ട തലമുടി കോതിക്കെട്ടുവാൻ അമ്മമ്മയ്ക്ക് താല്പര്യമായിരുന്നു. രാത്രിയിൽ നാലപ്പാട്ടെ മാളികയുടെ നടുവിലത്തെ മുറിയിൽ അടിച്ചുവാരി വെള്ളം നനച്ച് തുടച്ചിട്ട നിലത്ത് ഒരു കിടക്ക വിരിച്ചിട്ട് അതിലായിരുന്നു ഞാനും അമ്മമ്മയും കിടന്നിരുന്നത്. സ്വപ്നം കണ്ട് ഉണരുമ്പോൾ വരാന്തയിലേക്ക് ചോരുന്ന നാട്ടുവെളിച്ചത്തിൽ പ്രഭാതചന്ദ്രനെപ്പോലെ മങ്ങിത്തിളങ്ങുന്ന അമ്മമ്മയുടെ മുഖം എനിക്ക് ജീവിതത്തിൽ ആദ്യമായി ഒരു സുരക്ഷിതത്വം നേടിത്തന്നു. ഞാനും ജ്യേഷ്ഠനും ക്രമേണ ഗ്രാമീണ ജീവിതവുമായി ഇണങ്ങിച്ചേർന്നു. നഗ്നപാതരായി സ്കൂളിൽ പോവാനും ചെളി നിറഞ്ഞ കുളത്തിൽ മുങ്ങിക്കുളിക്കുവാനും ഞങ്ങൾ പഠിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ വീണ്ടും രംഗത്ത് നഗരപരിഷ്കാരത്തിൻ്റെ അലകളുമായി വന്നെത്തി. ഞാനൊരു ശുദ്ധ കൺട്രി ആയിരിക്കുന്നുവെന്ന് അച്ഛൻ മനസ്സിലാക്കി. ഉടനെ ഒരു അമ്പട്ടനെ വിളിച്ചു വരുത്തിയ അച്ഛൻ എൻ്റെ മുടി ചെവിക്കൊരഞ്ചു താഴെ വെച്ച് മുറിച്ചു കളഞ്ഞു. ഒരു വെളുത്ത ഉടുപ്പും ധരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കൽക്കത്തയിലേക്ക് യാത്രയായി. അവിടെ എത്തിയത് 2ാം ടേമിൻ്റെ അവസാനത്തിലായതുകൊണ്ട് എന്നെ സ്കൂളിൽ ചേർക്കാൻ അച്ഛന് സാധിച്ചില്ല. വീട്ടിൽ മേബിൾ ഡിസൽവ എന്ന ചെറുപ്പക്കാരനായി ട്യൂഷനായി വന്നു തുടങ്ങി. ഞങ്ങളുടെ പാർക്ക് സ്ട്രീറ്റിലെ വീട്ടിൻ്റെ വടക്കോട്ടുള്ള ജനലുകൾ തുറന്നാൽ ഫാക്ടറിയുടെ തുത്തനാക പലക കൊണ്ടുള്ള മേഞ്ഞ മേൽക്കൂര കാണാം.
അതിന്മേൽ കുരങ്ങുകൾ ഓടി നടക്കുന്നത് കാണാം. ചില ദിവസങ്ങളിൽ ഒരു വയസ്സൻ കുരങ്ങ് ഞങ്ങളുടെ അടുക്കളയിൽ പ്രവേശിച്ച് തേങ്ങയും മറ്റും മോഷ്ടിച്ച് ജനലിൽ കൂടി ഓടി രക്ഷപ്പെടാറുണ്ടായിരുന്നു. ഒരു ദിവസം വെപ്പുകാരൻ ഒരു കുറ്റിച്ചൂലെടുത്ത് കുരങ്ങിനെ അടിക്കുവാൻ മുതിർന്നു. വാതിൽക്കൽ തലേ ദിവസത്തെ ചോറ് കിട്ടുവാൻ കാത്തു നിന്നിരുന്ന തോട്ടി അപ്പോൾ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ട് പറഞ്ഞു, താക്കൂർ, അടിക്കരുതേ, അത് സാക്ഷാൽ ഹനുമാൻജിയല്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാം? വെപ്പുകാരൻ കുരങ്ങിനോട് പറയുന്ന അസഭ്യവാക്കുകൾ ചില ദിവസങ്ങളിൽ രാവിലെ 11 മണി നേരത്തിൻ്റെ നിശബ്ദതയെ ഭഞ്ചിക്കാറുണ്ട്. ചുവട്ടിലെ കമ്പനിയുടെ റിപ്പയാർഡിൽ നിന്ന് ഠിങ് ഠിങ് ഠേ 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 ഠേ. എൻ്റെ അമ്മ ഉച്ചക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ വെപ്പുകാരനും നിദ്രക്കായി കോണിയുടെ പിന്നിലെ തൻ്റെ ഉരുട്ട് മാളത്തിലേക്ക് നൂണ് കടന്നാൽ ഞാൻ മെല്ലെ വാതിൽ ചാരി വെച്ചുകൊണ്ട് പുറത്തിറങ്ങും. ചിലപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് കയറ്റുകട്ടിൽ കയറി ഇരുന്ന് പുകവലിക്കുന്ന കാവൽക്കാരൻ എന്നെ അവിടെ പിടിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾ തുടങ്ങും. അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം, നിങ്ങളുടെ വീട്ടിലെ വെപ്പുകാരന് തലയ്ക്ക് ഭ്രാന്തുണ്ടോ എന്നായിരുന്നു. കാവൽക്കാരൻ്റെ കണ്ണ് തെറ്റിയാൽ ഞാൻ ധൃതിയിൽ ഗേറ്റ് കടന്ന് ഇടത്തോട്ട് തിരിയും. ഏകദേശം ഒരു ഫർലോങ് ദൂരം പോയാൽ അടച്ചിട്ടതെങ്കിലും പൂട്ടാത്ത പുരാതന യൂറോപ്യൻ സെമിത്തേരി കാണാം. പൂപ്പൽ പിടിച്ച ശവകുടീരങ്ങളുടെ ശിഖരങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് രാജ്ഞികളെപ്പോലെ അഭിമാനികളായ ബോഗൻവില്ല പൂങ്കുലകൾ വളർന്നു നിൽക്കുന്നത് കാണാം. സംവത്സരങ്ങളുടെ മഴയും വെയിലും തട്ടി നിറം മങ്ങിക്കഴിഞ്ഞിരുന്ന ശ്മശാനക്കല്ലുകൾ മഞ്ഞച്ചുപോയ പല്ലുകളെപ്പോലെ എനിക്ക് തോന്നി. പഴഞ്ചൻ പല്ലുകളുടെ ഒരു കൊയ്ത്ത്. ഷാലിമാറിൻ്റെ അടുത്ത് വെച്ച് താൻ സ്നേഹിച്ച വിളർത്ത കൈകളെപ്പറ്റി പാടിയ സുപ്രസിദ്ധ കവയിത്രി ലോറൻസ് ഹോപ്പ് അവിടെ ഒരു മൂലയിൽ സംസ്കരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ വിവരം എനിക്ക് വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദില്ലിയിൽ നിന്നാണ് കിട്ടിയത്. അനുഗ്രഹീത കവിയായ ലോറൻസ് ബാറ്റ്മാൻ എന്നോട് പറഞ്ഞു, ലോറൻസ് ഹോപ്പിൻ്റെ ശരീരകുടീരം ഞാൻ കണ്ടിട്ടുണ്ട്. പാർക്ക് സ്ട്രീറ്റിലെ പുരാതന സെമിത്തേരിയിൽ വടക്കിഴക്കേ മൂലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്നേഹം മതമാക്കി മാറ്റിയ ആ സുന്ദരിയുടെ ചപലമായ ആത്മാവായിരിക്കണം ആ ശവക്കലരുടെ മേൽ ചലിക്കുന്ന നിഴലായി ആ മധ്യാഹ്നങ്ങളിൽ ഓടിക്കളിച്ചിരുന്നത്. അവളുടെ ഒടുങ്ങാത്ത ജീവിത തൃഷ്ണയാവാം ആ പൂവള്ളികളെ നിത്യനർത്തകരെ പോലെ ചാഞ്ചാടിച്ചിരുന്നത്. അന്ന് എൻ്റെ അമ്മയ്ക്ക് സരസ്വതി എന്നു പേരുള്ള ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. എൻ്റെ അനുജത്തി എടുത്തുകൊണ്ട് നടക്കലും അവളെ കളിപ്പാട്ടങ്ങൾ നിരത്തിവെച്ച് കളിപ്പിക്കലും മാത്രമായിരുന്നു സരസ്വതിയുടെ ജോലികൾ. അവൾക്കന്ന് 18 വയസ്സ് പ്രായമായിരുന്നു. കറുത്ത നിറമുള്ള ഒരു സുന്ദരി പെണ്ണ്. എൻ്റെ അമ്മയ്ക്ക് അവളെ വളരെ ഇഷ്ടമായിരുന്നു. അവളുടെ മുഖത്തിൻ്റെ ഭംഗിയെപ്പറ്റി അമ്മ സംസാരിക്കുമ്പോഴും എനിക്ക് കുപ്പായം തുന്നിക്കാൻ വാങ്ങിയ തുണി കൊണ്ട് അവൾക്ക് ബ്ലൗസ് തയ്പ്പിക്കാൻ കൊടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ അസൂയയുടെ നേർത്ത വേദന അനുഭവപ്പെട്ടു. സൗന്ദര്യം കമ്മിയായതുകൊണ്ടാണ് എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നോട് സ്നേഹമില്ലാത്തതെന്ന് അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. കണ്ണാടിയിൽ ഒരു ഞെട്ടലോടെ മാത്രമേ ഞാൻ നോക്കിയിരുന്നുള്ളൂ. തവിട്ട് നിറം, മെലിഞ്ഞ കൈകാലുകൾ, അല്പം പൊങ്ങിയ പല്ലുകൾ, മുഖത്ത് കണ്ണട. 8 വയസ്സിൽ തന്നെ ലോകം എന്നെ ത്യജിച്ചു എന്ന് എനിക്ക് തോന്നി. എനിക്ക് തീരെ ഭംഗിയില്ലേ നാരായണൻ നായരെ? ഞാൻ വെപ്പുകാരനോട് ചോദിച്ചു. കുട്ടിക്ക് ഭംഗിയൊക്കെ തന്നെ വരും, കുറച്ച് കാലം അങ്ങോട്ട് കഴിയട്ടെ, അയാൾ പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ അന്ന് നാട്ടിലെ ഒരു ഹൈസ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ജ്യേഷ്ഠനുമായുള്ള വിരഹം എന്നെ വളരെയധികം പീഡിപ്പിച്ചു. ഒരിക്കൽ വീണയും നാദവും എന്ന പോലെയായിരുന്നു ഞങ്ങൾ. ജ്യേഷ്ഠൻ്റെ സങ്കല്പങ്ങളെല്ലാം യാഥാർത്ഥ്യങ്ങളാക്കുവാൻ ഞാൻ എന്നും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. നാടകങ്ങൾ എഴുതി ഞങ്ങൾ അഭിനയിച്ചു. ഞങ്ങൾ കയ്യെഴുത്ത് മാസികകൾ പുറത്തിറക്കി. ഓലമേഞ്ഞ അമ്പലങ്ങളുണ്ടാക്കി. അവിടെ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു. ഞങ്ങൾ രാജ്യകാര്യങ്ങളെപ്പറ്റി പ്രസംഗങ്ങൾ നടത്തി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിഭാശാലി എൻ്റെ ജ്യേഷ്ഠനാണെന്ന് ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. വളരെക്കാലം എൻ്റെ ഒരു ഫോട്ടോ ജ്യേഷ്ഠൻ തൻ്റെ പേഴ്സിൽ കൊണ്ടു നടന്നിരുന്നു. ഒരിക്കൽ വേനൊഴിവിന് ഞങ്ങൾ ഒന്നിച്ച് കണ്ടുമുട്ടിയപ്പോൾ പേഴ്സിൽ ആ പഴയ ഫോട്ടോ ഞാൻ കണ്ടില്ല. അന്ന് ജ്യേഷ്ഠൻ തന്നെ സ്നേഹിച്ചു തുടങ്ങിയ പെൺകുട്ടിയെപ്പറ്റി ആദ്യമായി എന്നോട് പറഞ്ഞു തന്നു.